ഇവിടെ നമ്മൾ കുറച്ച് ബേസിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ആ ഒരു പ്രോഗ്രാം എന്താണെന്നും എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, പ്രോഗ്രാമിംഗ് വന്നതോടുകൂടിയാണ് നമ്മുടെ പല പ്രോസസ്സുകളും വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ആദ്യകാലത്ത് ചെയ്തുകൊണ്ടിരുന്ന വലിയ ടാസ്കുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ കൊണ്ടുപോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇതിൻ്റെ ഓൾറെഡി ഞാൻ PDF നിങ്ങൾക്ക് അയച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് നോക്കുക. ഞാൻ അതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. നമുക്ക് ഏറ്റവും ആവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം. നിങ്ങളെ കൂടുതൽ ബോറടിപ്പിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ കാര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് പ്രോഗ്രാമിംഗ്, അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ എന്താണ് ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്ന് പറയുന്നത്? അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ലാംഗ്വേജ് നമുക്കറിയാം, നമ്മൾ സാധാരണ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ കമ്പ്യൂട്ടറിനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ടർ ലാംഗ്വേജസ് യൂസ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ക്ലാരിറ്റി ഉണ്ടായിരിക്കണം, സിംപ്ലിസിറ്റി ആയിരിക്കണം, യൂണിറ്റി, ഓർത്തോഗണാലിറ്റി, നാച്ചുറാലിറ്റി, ദെൻ സപ്പോർട്ട് ഫോർ അബ്സ്ട്രാക്ഷൻ, ഈസ് ഓഫ് പ്രോഗ്രാം വെരിഫിക്കേഷൻ, ദെൻ പ്രോഗ്രാമിംഗ് എൻവയോൺമെൻറ്റ്, പോർട്ടബിലിറ്റി. അപ്പോൾ ഇത്രയും പോയിൻറ്റ്സ് അവിടെ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമ്മുടെ പോർട്ടബിലിറ്റിയാണ്. അല്ലെങ്കിൽ ഒരു പ്രോഗ്രാം അതിനകത്ത് പോർട്ടബിൾ ആണെന്ന് പറയുന്നതാണ് അതിനകത്ത് ഏറ്റവും പ്രധാനം. അപ്പോൾ പോർട്ടബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു കമ്പ്യൂട്ടറിൽ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റുള്ള കമ്പ്യൂട്ടറിലും അത് ഈസി ആയിട്ട് നമുക്കത് വർക്ക് ചെയ്യിക്കാൻ പറ്റണം. അതിനെയാണ് പോർട്ടബിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പ്രോഗ്രാം പോർട്ടബിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രോഗ്രാം നമുക്ക് ഏത് കമ്പ്യൂട്ടറിൽ വേണമെങ്കിലും നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നീട് വരുന്നതാണ് അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമുക്കും അറിയാം, നമ്മുടെ ലാംഗ്വേജ് ആദ്യഘട്ടങ്ങളിൽ ഇങ്ങനെ ആയിരുന്നില്ല. പതുക്കെ മാറി, വീണ്ടും മാറി, അങ്ങനെയാണ് ഇപ്പോൾ ഒരു സ്റ്റേജിലേക്ക് എത്തപ്പെട്ടത്. അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടർ ലാംഗ്വേജും സെയിം അതേപോലെ തന്നെയാണ് മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മെയിൻലി നമുക്ക് പറയാൻ പറ്റുന്നത് ലോ ലെവൽ ലാംഗ്വേജ്, ദെൻ അതിനുള്ളിൽ തന്നെ ഫസ്റ്റ് വൺ മെഷീൻ ലാംഗ്വേജ്, ദെൻ അസംബ്ലി ലാംഗ്വേജ്, ദെൻ അടുത്തതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ ഇത്രയാണ് അതിനകത്ത് നമുക്കൊരു ടൈപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്. പിന്നീട് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ വരുന്നത് അതിൻ്റെ ജനറേഷന് ബേസ് ചെയ്തിട്ടാണ്. അതായത് ഇത്രയും നമുക്ക് ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ എന്ന് ക്ലാസിഫൈ ചെയ്യാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അവിടെ മെഷീൻ ലാംഗ്വേജാണ്. മെഷീൻ ലാംഗ്വേജിനെയാണ് നമ്മൾ ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് 1GL മീൻസ് ഫസ്റ്റ് ജനറേഷൻ ലാംഗ്വേജ് എന്നുള്ളതാണ് അവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് ജനറേഷൻ എന്ന് പറയുന്നതാണ് അസംബ്ലി ലാംഗ്വേജ്. പിന്നീട് തേർഡ് ജനറേഷൻ എന്ന് പറയുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. പിന്നീട് വരുന്ന ജനറേഷനാണ് ഫോർത്ത് ജനറേഷനും പിന്നീട് ഫിഫ്ത്ത് ജനറേഷൻ. അപ്പോൾ ഈ ഫിഫ്ത്ത് ജനറേഷനാണ് ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആ മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമ്മൾ ഏറ്റവും ആദ്യം കൺസിഡർ ചെയ്യുന്നത്, അതായത് ലോ ലെവൽ ലാംഗ്വേജ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയാൻ കാരണം അതിനകത്ത് നമ്മൾ 0s and 1s മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതായത് ബൈനറി ഫോർമാറ്റ് എന്ന് വേണമെങ്കിൽ അതിന് പറയാം. പിന്നീട് ആണ് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ് വന്നത്. അത് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. കാരണം നമ്മുടെ ഇംഗ്ലീഷ് ലൈക്ക് ലാംഗ്വേജസ് ആണ് അതിനകത്ത്, ഇംഗ്ലീഷ് വേർഡ്സൊക്കെയാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. ആ ഇംഗ്ലീഷ് വേർഡ്സിനെയാണ് നമ്മൾ നിമോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആ നിമോണിക്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ ആ ഒരു പ്രോഗ്രാംസ് എഴുതാറുള്ളത്. പിന്നീട് ആ നിമോണിക്സ് വെച്ച് നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ മെഷീന് മനസ്സിലാകുന്ന രീതിയിലേക്ക് അതിനെ കൺവേർട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ പ്രോഗ്രാം അവിടെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ കൺവേർഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അസംബ്ലർ. അപ്പോൾ അസംബ്ലർ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എഴുതി വെച്ചിരിക്കുന്ന ആ അസംബ്ലി ലാംഗ്വേജിൽ, അതായത് നിമോണിക്സ് എന്ന് പറയുന്ന കോഡ് യൂസ് ചെയ്ത് എഴുതി വെച്ചിരിക്കുന്ന ആ പ്രോഗ്രാമിന് മെഷീന് മനസ്സിലാകുന്ന ഫോർമാറ്റ്, അതായത് 0s and 1s മാത്രമേ മെഷീന് മനസ്സിലാകുകയുള്ളൂ. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണ് ഈ അസംബ്ലർ ചെയ്യുന്നത്. പിന്നീട് വരുന്നതാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേർഡ് ജനറേഷൻ ലാംഗ്വേജാണ്. അപ്പോൾ അത് കുറച്ചും കൂടെ അഡ്വാൻറ്റേജ് ഉള്ളതാണ്. നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് കുറേ കൂടി അടുത്ത് നിൽക്കുന്നതാണ് ആ
തേർഡ് ജനറേഷൻ അല്ലെങ്കിൽ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ പ്ലസ് മൈനസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ അത് മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് പിന്നീട് അതിനെ കൺവേർട്ട് ചെയ്തോളാം. അപ്പോൾ ആ ഒരു കൺവേർഷന് വേണ്ടിയിട്ടാണ് പിന്നീട് നമ്മൾ കമ്പൈലറും ഇൻ്റർപ്രറ്ററും ഒക്കെ യൂസ് ചെയ്തിരുന്നത്. പിന്നീടാണ് ഫോർത്ത് ജനറേഷൻ ലാംഗ്വേജ് വന്നു. അതും കുറച്ചും കൂടെ അതിനേക്കാളും നല്ലതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അതേപോലെ തന്നെ അത് മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആണ്. മെഷീൻ ഇൻഡിപെൻഡൻറ്റ് മീൻസ് ഒരു മെഷീൻ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം, ഒരു മെഷീന് വേണ്ടി എഴുതുന്ന പ്രോഗ്രാം മറ്റുള്ള മെഷീനിലും അത് റണ്ണാകും അല്ലെങ്കിൽ വർക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നീട് വരുന്നതാണ് ഫിഫ്ത്ത് ജനറേഷൻ ലാംഗ്വേജ്. ഫിഫ്ത്ത് ജനറേഷൻ ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് അത് യൂസ് ചെയ്യാം. പിന്നീട് നമുക്ക് ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മുടെ വെതർ ഫോർകാസ്റ്റിംഗ്, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റു എലക്ഷൻ പ്രഡിക്ഷൻ, പോളിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പോൾ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആരാണ് ജയിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ വരെ അവിടെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രഡിക്ഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് അതെല്ലാം ഫിഫ്ത്ത് ജനറേഷൻ ലാംഗ്വേജസ് യൂസ് ചെയ്യാറുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു കമ്പാരിസനാണ് കൊടുത്തിരിക്കുന്നത്. വേറൊന്നുമില്ല. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ആ പോർട്ടബിലിറ്റിയാണ്. അപ്പോൾ അതിനകത്ത് മെഷീൻ ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ നോട്ട് പോർട്ടബിളാണ്, അസംബ്ലി ലാംഗ്വേജും നോട്ട് പോർട്ടബിളാണ്. പക്ഷേ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് പോർട്ടബിളാണ്. അതായത് നമുക്കൊരു സ്ഥലത്ത് നിന്ന് മറ്റുള്ള സ്ഥലത്തേക്ക് അതിനെ മൂവ് ചെയ്യിക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നീട് നിങ്ങളത് വായിച്ച് നോക്കിയാൽ മതി. ഞാൻ അതിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പിന്നീട് നമുക്ക് പറയാനുള്ളത് കമ്പൈലറും ഇൻ്റർപ്രറ്ററുമാണ്. അപ്പോൾ കമ്പൈലർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അസംബ്ലറും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നുകൂടി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ആ അസംബ്ലർ എന്താണെന്ന് നോക്കാം. അപ്പോൾ അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന പ്രോഗ്രാമിനെ നമുക്ക് അല്ലെങ്കിൽ മെഷീന് മനസ്സിലാകുന്ന ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അസംബ്ലർ ഉപയോഗിക്കുന്നത്. അപ്പോൾ അസംബ്ലർ ഈസ് എ പ്രോഗ്രാം വിച്ച് ട്രാൻസ്ലേറ്റ്സ് കമ്പ്യൂട്ടർ ഇൻസ്ട്രക്ഷൻസ്, ദാറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് നിമോണിക്സ്. നിമോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കോഡാണ്, ഇംഗ്ലീഷ് വേർഡിൻ്റെ കോഡ്. അപ്പം ഫോർ എക്സാമ്പിൾ അഡീഷൻ, നമുക്ക് ആ ഒരു കോഡ് ഫോർമാറ്റ് ആഡ് എന്ന് വേണമെങ്കിൽ കൊടുക്കാം. റിട്ടൺ ഇൻ അസംബ്ലി ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ഇൻസ്ട്രക്ഷൻസ്, കോമ്പിനേഷൻ ഓഫ് ബൈനറി ഡിജിറ്റ്സ്. അതായത് നിമോണിക്സിൽ എഴുതിയിരിക്കുന്നത് 0s and 1s ആക്കുക, സിമ്പിളായിട്ട് പറഞ്ഞു എഴുതാം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കൺവേർഷന് വേണ്ടിയിട്ടാണ് നമ്മൾ അസംബ്ലർ യൂസ് ചെയ്യുന്നത്. ദെൻ കമ്പൈലർ കൺവേർട്സ് എനി പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്, മീൻസ് സോഴ്സ് പ്രോഗ്രാം എന്നാണ് അതിനെ നമ്മൾ വിളിക്കുക. അപ്പോൾ അതിനെ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതാണ് ആ ഒരു കമ്പൈലർ ചെയ്യുന്നത്. അപ്പോൾ സോഴ്സ് ലാംഗ്വേജിന് എക്സാമ്പിൾ സി, പാസ്കൽ, കോബോൾ എക്സെട്ര. ദെൻ ഇൻ്റർപ്രറ്ററും കമ്പൈലറും ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. പക്ഷേ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് കമ്പൈലർ ആണെന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്നത് അതിനെ ഒബ്ജക്റ്റ് കോഡാക്കി വയ്ക്കുകയാണ് ചെയ്യുക, പിന്നീടാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്, അതായത് ട്രാൻസ്ലേഷൻ തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർ ലൈൻ ബൈ ലൈനായിട്ടാണ് ആ എക്സിക്യൂഷൻ നടക്കുക. അപ്പോൾ അതിനകത്ത് ഹൈ ലെവൽ ലാംഗ്വേജ് ആയിട്ടുള്ള പ്രോഗ്രാമിന് ഓരോ ലൈനും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം. അതായത് ആ പ്രോഗ്രാം എടുക്കുക, ആ ലൈൻ എടുക്കുക, അതിനെ എക്സിക്യൂട്ട് ചെയ്യുക, അതിൻ്റെ ഔട്ട്പുട്ട് വെരിഫൈ ചെയ്യുക, എറർ ഉണ്ടായി കറക്റ്റ് ചെയ്യുക. അങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോകാം. അതിൻ്റെ ഒരു ഡിഫറൻസാണ് കൊടുത്തിരിക്കുന്നത്. കമ്പൈലർ ഇറ്റ് ഓൺലി ട്രാൻസ്ലേറ്റ്സ് ദ പ്രോഗ്രാം, ഇൻ്റർപ്രറ്റർ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ആൻഡ് എക്സിക്യൂട്ട്സ് ദ പ്രോഗ്രാം. അതാണ് ആ ഒരു ഡിഫറൻസ്. ദെൻ കമ്പൈലർ ടേക്സ് എൻറ്റയർ പ്രോഗ്രാം ആസ് ഇൻപുട്ട്, ഇൻ്റർപ്രറ്റർ ടേക്സ് സിംഗിൾ ഇൻസ്ട്രക്ഷൻ ആസ് ഇൻപുട്ട്. ഇപ്പോൾ ഇവിടെ ഇൻ്റർപ്രറ്റർ ആണെങ്കിൽ ലൈൻ ബൈ ലൈനായിട്ട്, അല്ലെങ്കിൽ ഓരോ ഇൻസ്ട്രക്ഷൻ ആയിട്ടാണ് അവിടെ എക്സിക്യൂഷൻ നടക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷനാണ് ആദ്യത്തെ ഇൻപുട്ടായിട്ട് എടുക്കുക. ഇവിടെയാണെങ്കിൽ കമ്പൈലർ ആണെങ്കിൽ എല്ലാം കൂടെ ചേർത്ത് അതിൻ്റെ പ്രോഗ്രാം കൂടെ ചേർത്തിട്ട് ഇനിഷ്യലി ഇൻപുട്ടായിട്ട് എടുക്കുകയാണ്. ദെൻ ഇൻ്റർമീഡിയറ്റ് ഒബ്ജക്റ്റ് കോഡ് ഈസ് ജനറേറ്റഡ്. അപ്പോൾ അവിടെ ഇൻ്റർമീഡിയറ്റ് കോഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയാണെങ്കിൽ നോ ഇൻ്റർമീഡിയറ്റ് കോഡ് ഈസ് ജനറേറ്റഡ്. Then it is used in high level language, it is used in low level language. Then require more memory for execution, require less memory for execution. Then balance അത് ഒന്ന് വായിച്ച് നോക്കുക പിന്നീട്. അതാണ് അതിനകത്തുള്ള
ആ ഒരു ഡിഫറൻസ്. ദെൻ കമ്പൈലറും അസംബ്ലറുമായിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്, കമ്പൈലർ ഈസ് എ കമ്പ്യൂട്ടർ പ്രോഗ്രാം ദാറ്റ് റീഡ്സ് എ പ്രോഗ്രാം റിട്ടൺ ഇൻ വൺ ലാംഗ്വേജ് ആൻഡ് ട്രാൻസ്ലേറ്റ് ഇറ്റ് ഇൻ ടു അനദർ ലാംഗ്വേജ്. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അസംബ്ലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്, പക്ഷേ അസംബ്ലി ലാംഗ്വേജിൽ നിന്ന് മെഷീൻ കോഡാക്കി മാറ്റും. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആ ഒരു കമ്പൈലറും അസംബ്ലറുമായിട്ടുള്ള മെയിൻ ഡിഫറൻസ് അതാണ്. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, കമ്പൈലേഴ്സ് യൂഷ്വലി പ്രൊഡ്യൂസ് എ മെഷീൻ എക്സിക്യൂട്ടബിൾ കോഡ് ഡയറക്ട്ലി ഫ്രം എ ഹൈ ലെവൽ ലാംഗ്വേജ്. Assemblers produce an object code which might have to be linked using linker programs in order to run on a machine. അതായത് ഇവിടെ നമുക്ക് കമ്പൈലർ ആണെന്നുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ മെഷീൻ എക്സിക്യൂട്ടബിൾ കോഡ് ഡയറക്റ്റായിട്ട് അവിടെ പ്രൊഡ്യൂസ് ചെയ്യണം. അതായത് നമുക്കറിയാം, എക്സിക്യൂട്ടബിൾ കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം അതിനെ ഒബ്ജക്റ്റ് കോഡാക്കുന്നു, അല്ലെങ്കിൽ ആ .obj ഫയലാക്കുന്നു, പിന്നീട് അത് എക്സിക്യൂട്ടബിൾ .exe ഫയലാക്കി കൺവേർട്ടാണ് ചെയ്യുന്നത്. ഇവിടെ അസംബ്ലേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒബ്ജക്റ്റ് കോഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നീട് ആ ലിങ്കർ പ്രോഗ്രാം യൂസ് ചെയ്ത് അല്ലെങ്കിൽ അത് ഉപയോഗിച്ചിട്ട് ആണ് പിന്നീട് അതിനെ റണ്ണിങ് സ്റ്റേറ്റിലേക്ക് മാറ്റുന്നത്, അല്ലെങ്കിൽ ആ ഒരു മെഷീനിൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ലിങ്കർ പ്രോഗ്രാം യൂസ് ചെയ്തിട്ടാണ് അതിനെ റൺ ചെയ്യിക്കുക വേറൊരു മെഷീനിൽ. അതേപോലെ കമ്പൈലർ ഈസ് യൂസ്ഡ് ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ്, അസംബ്ലർ ഈസ് യൂസ്ഡ് ഇൻ ലോ ലെവൽ ലാംഗ്വേജ്. കമ്പൈലർ ഈസ് മോർ പോപ്പുലർ, അസംബ്ലർ ഈസ് ലെസ് പോപ്പുലർ. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു എക്സിക്യൂട്ട്, slightly difficult to execute, it gives more efficient executable. അത്രയാണ് അതിൻ്റെ ഡിഫറൻസ്. ദെൻ ഫ്ലോ ചാർട്ട് ആൻഡ് അൽഗോരിതം. അത് നമുക്ക് അടുത്ത ഒരു സെഷനായിട്ട് റെക്കോർഡ്